ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പച്ചക്കറികൾക്ക് എളുപ്പത്തിൽ പന്തലുണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ മതിലിനോട് ചേർന്നൊരു നെറ്റ് വെച്ചിട്ട് പീച്ചിൽ നട്ടതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മുകളിലോട്ട് കയറിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കയറി കണ്ടോ പടർന്നു തുടങ്ങി. അപ്പുറത്തും കയറി വന്നിട്ടുണ്ട്, പീച്ചിൽ പൂവിട്ട് തുടങ്ങി. ഇവിടുത്തെ നമ്മുടെ ഇവിടം വരെ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി കണ്ടോ, നമ്മൾ ഈ നാല് സൈഡിൽ കൂടെയും തക്കാളി നട്ടു കൊടുത്തത് അതും നല്ല രീതിയിൽ വളർന്നു വന്ന് എല്ലാത്തിലും നല്ലോണം തക്കാളി ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാത്തിലും നല്ല രീതിയിൽ തക്കാളി ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ പച്ചമുളകും നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നെ നമ്മളിത് ഇവിടെയുള്ള തക്കാളി പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, നന്നായിട്ട് അതിന് ശിഖരങ്ങളും പൊട്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളകും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ ഒരു ശിഖരത്തിന് പകരം 3 ശിഖരങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പന്തലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പാവൽ നടാനായിട്ട്. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ ഇതിൽ പാവൽ നട്ടിരുന്നതാണ്. 4 സൈഡിലും നമ്മൾ 4 ക്യാനിലും നമ്മൾ പാവൽ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ ഈ സൈഡിൽ കൂടെയും പാവൽ കയറി വരുന്നുണ്ട്. ഇവിടെ നമ്മളുടെ പാവൽ ഇത്രയായിട്ടുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ എളുപ്പത്തിൽ പന്തൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ഇതിന് മുമ്പൊക്കെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് PVC പൈപ്പിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇരുമ്പ് നെറ്റ് മതിലിനോട് ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു മോഡൽ പന്തലാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതികളാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമുക്ക് കോവൽ അല്ലെങ്കിൽ കുക്കുംബറൊക്കെ നടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പന്തൽ ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ 2 ഇതുപോലത്തെ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഞാൻ നേരത്തെ എന്തോ പച്ചക്കറിക്ക് കുത്തി കൊടുത്തിരുന്ന മരത്തിൻ്റെ ഇതാണ് കേട്ടോ, പട്ടിക പോലത്തെ കഷ്ണമാണ്. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇതേപോലത്തെ ഇരുമ്പ് പൈപ്പ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് PVC പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എടുക്കാം. അതിപ്പോൾ വളയണം എന്നൊന്നുമില്ല, നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പ് വേണമെന്നില്ല. നല്ല വണ്ണമുള്ള പൈപ്പായാലും മതി, ബലമുള്ള പൈപ്പായാലും മതി. അല്ല തീരെ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബലം കിട്ടില്ല. അത്യാവശ്യം ബലം കിട്ടുന്ന പൈപ്പാണെന്നുണ്ടെങ്കിലും അതാണെങ്കിലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ കമ്പുകളാണെന്നുണ്ടെങ്കിലും മതി. അപ്പോൾ ഞാൻ ഇതേപോലെ 4 സൈഡിലും കുത്തി കൊടുക്കാനായിട്ട് ഇതേപോലത്തെ കമ്പുകൾ ഇതുപോലത്തെ ഇരുമ്പ് പൈപ്പും ഇതേപോലത്തെ മരത്തിൻ്റെ കോലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ 4 കുഴി കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ അല്പം താഴ്ചയിൽ ചെയ്യണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ നമ്മൾ പാര ഉണ്ടല്ലോ, കമ്പിപ്പാര, ചെറിയ കമ്പിപ്പാരയാണ്, ഒത്തിരി വെയിറ്റൊന്നുമില്ലാത്ത കമ്പിപ്പാരയാണ്. നമുക്ക് കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണിത്. അപ്പോൾ ഇതേപോലത്തെ കമ്പിപ്പാര കൊണ്ട് ഇതുപോലെ 4 സൈഡിലും നമുക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മഴയൊക്കെ പെയ്ത് തണുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുഴി താത്താനായിട്ടും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമുള്ള കുഴി മതി. കണ്ടോ, അപ്പോൾ ഞാൻ ഇവിടെ 4 സൈഡിലും അതേപോലെ കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും കുഴി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ 4 കുഴി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഇരുമ്പിൻ്റെ പൈപ്പാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ താഴ്ത്തി കൊടുക്കുക. നമ്മൾ ആ താത്തി കുഴി എടുത്തിട്ടില്ലേ, അതിലോട്ട് നമുക്ക് ഇതൊന്ന് താത്തി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് താത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ആ പൈപ്പ് കൊണ്ട് നമ്മൾ ആ പാര കൊണ്ട് കുത്തി താത്തിയിരുന്നില്ലേ, അതിലോട്ട് നമ്മൾ ഇതുപോലെ താത്തി കൊടുത്ത് ഇതിങ്ങനെ സൈഡിലോട്ടൊന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിൽ ഞാൻ മരത്തിൻ്റെ നമ്മുടെ പട്ടിക പോലത്തെ ഇതാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്കിവിടെ ഒന്ന് താത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് രണ്ടും കൂടി കണ്ടോ ഇതേപോലെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു ഇതേപോലെ ഒരു വള്ളിയോ എന്തെങ്കിലും വള്ളി വെച്ചിട്ട് കയറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ നേരത്തെ പയറ് എന്തോ കയറ്റി വിട്ടതിൻ്റെ കോല് കുത്തി കിടന്നതാണ്. അപ്പോൾ അതുമ്പോൾ തന്നെ നമ്മൾ കയറി പോകാനായിട്ട് വള്ളി കെട്ടി കൊടുക്കുമല്ലോ, ആ വള്ളി ഇതുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടുമല്ല. അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ ഇച്ചിരി ബലത്തിൽ നിൽക്കുകയും ചെയ്യും. നമുക്കിതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 കമ്പ് അല്ലെങ്കിൽ 4 ഇരുമ്പിൻ്റെ പൈപ്പോ കമ്പോ PVC പൈപ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കോൺ പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ എന്തെങ്കിലും ഒരു കമ്പ് എടുക്കുക, അല്ലെങ്കിൽ PVC പൈപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പൈപ്പ് എടുക്കുക. അതിൻ്റെ ഒന്ന് നടുഭാഗത്ത് കണ്ട് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ കമ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഓല മടലിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചേക്കുന്നതാണ്.
അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കെട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ അങ്ങനെ അടുത്ത് പോകും. അപ്പോൾ അത് അടുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. അതേ നമ്മൾ മുകൾ ഭാഗത്ത് ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കയറോ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയോ എന്തായാലും മതി. നമുക്കിത് നമ്മൾ പച്ചക്കറി നടുന്നത് കയറിപ്പാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കുറച്ച് ഇതുപോലത്തെ കയറുണ്ട്, ചകിരിക്കയറുണ്ട്. ബാക്കി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി എന്തെങ്കിലും വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഇവിടെ താഴെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിലും ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 2-3 ലെയർ ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കയറ് തീരാറായി. അപ്പോൾ കയറിന് പകരം നമുക്ക് ഇതുപോലത്തെ വള്ളികളുണ്ട്. നമ്മുടെ വീട് പണിക്കുക അല്ലെങ്കിൽ മതിലൊക്കെ പണിയാനായിട്ട് നമ്മൾ സിമെൻറ്റിൻ്റെ ബ്രിക്സ് കൊണ്ടുവരുമ്പോൾ കെട്ടിക്കൊണ്ടുവരുന്ന വള്ളിയാണ് ഇത്. അപ്പോൾ ഇതിവിടെ ഒരു ആവശ്യമില്ലാതെ കിടന്നതാണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും നമുക്ക് പച്ചക്കറി കയറ്റി വിടാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്രോസായിട്ട് ഒന്ന് ചുറ്റി വരാം. അപ്പോൾ നമ്മുടെ പന്തൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് സൈഡിലോട്ടും ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയും അതേപോലെ തന്നെ ചകിരിക്കയറും നമ്മളിതേപോലെ രണ്ട് സൈഡിലോട്ടും കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് കണ്ടോ, ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, അങ്ങനെ 4 സൈഡും നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് 4 സൈഡിൽ നിന്നും പച്ചക്കറി കയറ്റി കൊടുക്കുകയും ചെയ്യാം. എന്നുവെച്ചാൽ ഒരു സൈഡിൽ ഒരു പച്ചക്കറി ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വേറെ പച്ചക്കറി നട്ടു കൊടുക്കാം, ഈ സൈഡിൽ വേറെ പച്ചക്കറി നട്ടു കൊടുക്കാം, അപ്പുറത്തെ സൈഡിൽ നമുക്ക് വേറെ നട്ടു കൊടുക്കാം. അല്ല നമുക്ക് ഒരേപോലത്തെ തന്നെ കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടുമ്പോൾ 4 സൈഡിലും നമുക്ക് പച്ചക്കറി നടാം എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ കുക്കുംബറാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കുംബർ മുളപ്പിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്കിത് 4 തൈയുണ്ട്, 2 വെച്ചിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടല്ലോ, മണ്ണിര കമ്പോസ്റ്റിൻ്റെ അകത്തോട്ട് വിത്തിട്ടിട്ട് മുളപ്പിച്ചെടുത്തതാണ്. ഇത് കണ്ടോ, നിറച്ച് പേരൊക്കെ ആയിട്ട് നല്ല ആരോഗ്യത്തോടെ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കുത്തി ഇളക്കിയ മണ്ണാണ്. കുത്തി ഇളക്കിയ മണ്ണിലോട്ട് നമുക്ക് കുറച്ച് വളമിട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കും നമ്മുടെ പച്ചക്കറിക്ക് ഇടുന്ന വളം ഞാൻ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മഞ്ഞൾപ്പൊടിയുടെ ചെറിയ അംശവും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഉറുമ്പൊക്കെ വരാതിരിക്കും. പിന്നെ ചാണകപ്പൊടി ഉണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറിക്ക് ഇടുന്ന മിക്സഡ് വളമാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തോട്ട് പച്ചക്കറി തൈ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലായിട്ട് കുക്കുംബറിൻ്റെ തൈ നട്ടിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് താഴെയാണല്ലോ നട്ട് കൊടുത്തേക്കുന്നത്. ഈ പൈപ്പ് അല്ലെങ്കിൽ കമ്പിയൊക്കെ ഉറപ്പിച്ച് കൊടുത്തേക്കുന്നതും താഴെയാണ്. ചെടി നട്ടേക്കുന്നതും പച്ചക്കറി തൈ നട്ടേക്കുന്നതും താഴെയാണ്. പക്ഷേ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഗ്രോ ബാഗിലോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാനുകളിലോ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കമ്പികൾ ഉറപ്പിക്കുന്നതും അതേപോലെ തന്നെ ഗ്രോ ബാഗിൽ ചെയ്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ക്യാനുകളിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇതുപോലെ മണ്ണിലൊന്നും നടാൻ സ്ഥലമില്ലെങ്കിൽ പോലും ക്യാനുകളിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഇതേപോലെ 4 കമ്പുകൾ കുത്തി ചെരിച്ച് വെച്ച് കെട്ടിക്കൊടുത്തിട്ട് ഇതേപോലെ തന്നെ കയറ് പാകി നമുക്ക് പച്ചക്കറി തൈകൾ നട്ടു കൊടുക്കാം. അപ്പോൾ നടുന്നതും നമുക്ക് ക്യാനുകളിൽ തന്നെ നട്ടു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ കുക്കുംബർ നട്ടു. അടുത്ത സൈഡിൽ ഞാൻ നടാനായിട്ട് പോണത് കോവലാണ് കേട്ടോ. അപ്പോൾ കോവൽ നടാനായിട്ട് ഞാനൊരു ചെറിയ കുഴി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ വാങ്ങിച്ച തൈയാണ്. ഇത് ഈ ഒരു തൈന്ന് വെച്ചാൽ അതിൽ 2 കമ്പുണ്ട്. ഈ ഒരു കവറിന് 40 രൂപയാണ് വില. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴ പോയപ്പോൾ അവിടെ നിന്നൊരു കാർഷിക നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത് നടാനായിട്ട് കുറച്ച് വൈകി.
അപ്പോൾ ഈ കവർ നമ്മൾ ഇതേപോലെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഞാനിവിടെ നട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കോവലിൻ്റെ വള്ളി നമുക്ക് ഇതുമേക്കൊന്ന് വെച്ച് കെട്ടി കൊടുത്താൽ മതി. ആ കെട്ടി കൊടുത്തു കഴിയുമ്പോൾ അത് മേക്കടെ അങ്ങോട്ട് കയറി പൊക്കോളും. അപ്പോൾ നമുക്ക് പടർന്ന് കയറുന്ന എല്ലാ പച്ചക്കറികളും ഇതേപോലെ നട്ടു കൊടുക്കാം. നമുക്കിത് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കമ്പിൻ്റെയോ അല്ലെങ്കിൽ PVC പൈപ്പിൻ്റെയോ ഇരുമ്പ് കമ്പികളുടെയോ ഒക്കെ ഹൈറ്റ് പോലെ തന്നെ എത്ര ഹൈറ്റ് വേണോ നമുക്ക് അത്രയും ഹൈറ്റിൽ നമുക്കിതുപോലെ ചരിച്ച് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചെറിയ കമ്പികളാണ് ഉണ്ടായിരുന്നത്. അതേപോലെ ഇത്രയുള്ള പൈപ്പുകൾ, ചെറിയ പൈപ്പുകൾ, ഇത്രയും പൊക്കം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ചെയ്തു. അല്ല നമുക്ക് ഒത്തിരി വലിപ്പത്തിലുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹൈറ്റിൽ ഇതുപോലെ തന്നെ കോണിച്ച് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ 4 സൈഡിൽ നിന്നും പച്ചക്കറി നടാമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആർച്ച് പോലെ ചെയ്തു. അതിനും നമുക്ക് ചെയ്യാം 4 സൈഡിലും. ആ പൈപ്പിൻ്റെ 2 സൈഡിലും കൂടി നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റും കിട്ടും, കുറച്ചും കൂടി ഉറപ്പും കിട്ടും. പിന്നെ ഏത് രീതിയിൽ ചെയ്താലും നമ്മൾ പാവലം കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ നെറ്റ് വെച്ചിട്ട് മതിലേൽ വെച്ചിട്ട് അതിൽ നമ്മൾ പീച്ചിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരേപോലെ ചെയ്യേണ്ട, എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും ചെയ്ത് നോക്കാം എന്ന് വെച്ച് ചെയ്തതാണ്. അപ്പോൾ നമുക്കിത് ആ സൈഡിൽ നിന്ന് കുക്കുംബറും ഈ സൈഡിൽ നമ്മൾ കോവലും നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഇതുപോലെ കയറ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കുക്കുംബറോ അല്ലെങ്കിൽ വെള്ളരിയോ വള്ളിപ്പയറോ ഒക്കെ നമുക്ക് കയറ്റി വിടാം. പാവലോ എന്ത് വേണമെങ്കിലും കയറ്റി വിടാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലുതാക്കി ചെയ്താൽ നമുക്കൊരു 3-4 ടൈപ്പ് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്